പൂർണ്ണമായും ഹരിതമയമായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തുകൾ. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് പുനലൂർ നിയോജക മണ്ഡലത്തിലെ 196 പോളിംഗ് ബൂത്തുകളും പ്രവർത്തന സജ്ജമായിരുന്നത്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുവാനുള്ള പ്രത്യേക സംവിധാനം, ഓരോ ബൂത്തുകളിലും പ്രത്യേകം ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടിവെള്ളത്തിനായി സ്റ്റീൽ ഗ്ലാസുകൾ, മാലിന്യങ്ങൾ ശേഖരിക്കുവാനായി ഓലമെടഞ്ഞ് തയ്യാറാക്കിയ വല്ലങ്ങൾ, പോളിംഗ് ബൂത്തുകളുടെ പ്രവേശന കവാടം ഓലമെടഞ്ഞും പൂക്കൾ കൊണ്ടും മനോഹരമാക്കിയത് തുടങ്ങി നിരവധി ഹരിത സൗഹൃദമായ കാഴ്ചകളാണ് ഇത്തവണത്തെ പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായത്. മാലിന്യരഹിത വോട്ടെടുപ്പ് കേന്ദ്രങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണ ഹരിത മാതൃകാ ബൂത്തുകളും ഒരുക്കിയിരുന്നത്. പൂർണ്ണമായും പ്ലാസ്റ്റിക് ഇല്ലാതെ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് വോട്ടർമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേനാംഗങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗവാക്കായി. പ്രകൃതി സൗഹൃദ വസ്തുക്കളായ മുള, ഓല, കയർ, ചണച്ചാക്ക് എന്നിവ ഉപയോഗിച്ചാണ് ബൂത്തുകൾ കൂടുതലും അലങ്കരിച്ചിരുന്നത്. പോളിംഗ് ബൂത്തുകളിൽ വരുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ഓല കൊണ്ട് തയ്യാറാക്കിയ വല്ലങ്ങളും സ്ഥാപിച്ചിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ജനങ്ങൾ പാലിക്കേണ്ട ഹരിത പ്രോട്ടോകോൾ, പോളിംഗ് ബൂത്തുകളിൽ ജനങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും പോളിംഗ് സ്റ്റേഷനിലെ ക്രമീകരണങ്ങളും ഹരിതാഭമായാണ് സജ്ജമാക്കിയിരുന്നത്. പോളിംഗ് ബൂത്തുകൾ പരമാവധി ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ശുചിത്വ മിഷൻ്റെയും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർ, പോളിംഗ് ഏജന്റുമാർ, വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മാതൃകകളും വിവിധ ബൂത്തുകളിൽ സജ്ജമാക്കിയിരുന്നു. കുടിവെള്ളത്തിനായി മൺകൂജകളും മൺഗ്ലാസുകളും ക്രമീകരിച്ചതും വോട്ടർമാർക്ക് കൗതുക കാഴ്ചയായി. മുഴുവൻ പോളിംഗ് ബൂത്തുകളിലുമുണ്ടാകുന്ന മാലിന്യങ്ങൾ വോട്ടെടുപ്പിന് ശേഷം ശാസ്ത്രീയമായി തരംതിരിച്ച സംസ്കരിക്കുന്നതിന് മുഴുവൻ പോളിംഗ് ബൂത്തുകളിലുമുണ്ടാകുന്ന മാലിന്യങ്ങൾ വോട്ടെടുപ്പിന് ശേഷം ശാസ്ത്രീയമായി തരംതിരിച്ച സംസ്കരിക്കുന്നതിന് ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് ചുമതലയും നൽകിയിരുന്നു. ജില്ലാതല ശുചിത്വ മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഹരിത ബൂത്തുകൾ തയ്യാറാക്കിയിരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ പല ഭാഗത്തായിട്ട് പല സ്കൂളുകളിലും വിട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെ ഇവിടെ 8 പേരെ ഈ സ്കൂളിൽ ഇലക്ഷൻ പ്രമാണത്തിൻ്റെ ഭാഗമായി വിട്ടേക്കുവാണ്. ഞങ്ങളിവിടുത്തെ ഭാഷയ്ക്ക് കുപ്പികളും അതുമെല്ലാം പറക്കി ഞങ്ങൾ നല്ല നീറ്റാക്കി ഞങ്ങളെ ഈ സ്കൂൾ ഞങ്ങളെ 2 ദിവസം, ഇന്നലെയും ഇന്നും ഈ 2 ദിവസം ഞങ്ങളിവിടെ നിയമിച്ചിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഞങ്ങൾ. ഹരിതകർമ്മസേനകൾ ജോലിയെടുക്കാൻ 2 ദിവസത്തെ ജോലിയെടുക്കാൻ ഞങ്ങളെ വിട്ടതാ. ഈ വോട്ടിൻ്റെ ഇത് വെച്ച് ഇവിടെ എല്ലാം പരിസരം എല്ലാം വൃത്തിയാക്കി 2 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം വൃത്തിയാക്കി എല്ലാം ശരിയാക്കി വിടുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.